ഇനി എനിക്ക് ഈ ലൈഫ് ഒന്നും ഇനി വേണ്ട, എനിക്ക് മതിയായി, ഇനി എനിക്ക് ജനിക്കണ്ടെന്ന് എപ്പോഴും കേൾക്കാറില്ലേ? അതല്ല, ഇരിക്കുന്നത് തന്നെ എവിടെ ജനിക്കണം എന്നുള്ളത് നമ്മളാണ് സെലക്ട് ചെയ്യുന്നത്. ഏതച്ഛനും അമ്മയ്ക്കും പോയി ജനിക്കണം, അവരിൽ നിന്ന് ഏതൊക്കെ തരം അനുഭവങ്ങൾ നമുക്കുണ്ടാകണം. അവരെത്ര വയസ്സായാലും അവർ പറയും എൻ്റെ അമ്മ പണ്ട് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി, അപ്പം ഇങ്ങനെ അമ്മ ചെയ്തു എന്ന് പറഞ്ഞാൽ അമ്മയെന്നുള്ള വ്യക്തിയോടുള്ള വൈരാഗ്യമോ ദേഷ്യമോ സങ്കടമോ നമ്മളിൽ എത്രമാത്രം രൂഢമൂലമാകുന്നു, അതനുസരിച്ച് നമ്മൾ പിന്നെയും പിന്നെയും അതിൽ തന്നെ പെട്ടുപോവുകയല്ലേ ചെയ്യുന്നത്. നമസ്കാരം, വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചേച്ചി നമസ്കാരം. നമസ്തേ. ഒരു ചോദ്യം, നമ്മുടെ എപ്പിസോഡ് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ചില സുഹൃത്തുക്കൾ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, ഒരു വീട്ടിൽ ഒരേ അച്ഛനും അമ്മയ്ക്കും ജനിച്ച 2-3 കുട്ടികളിൽ ചിലർ നല്ല ബുദ്ധിമാന്മാരായി വളരുന്നു, അല്ലെങ്കിൽ ചിലർ പഠിപ്പിൽ മോശമാണ്, ചിലർ കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. 3 പേരും മൂന്ന് മേഖലകളിൽ. അതൊരു മനസ്സിൻ്റെ വ്യഥ കൊണ്ട് ആരെങ്കിലും ചോദിച്ചതും ആവാം. ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് മാത്രം അല്ലെങ്കിൽ 2 കുട്ടികൾക്ക് മാത്രം അച്ഛൻ്റെയും അമ്മയുടെയും പ്രോത്സാഹനം കിട്ടുന്നു, മറ്റേ ആൾക്ക് അതില്ലാതെ പോകുന്നു. തീരെ ഇല്ലാതെ പോയ ആൾ ഭാവിയിൽ ഇവരെക്കാളൊക്കെ വലിയ ആളെന്ന് ഉദ്ദേശിക്കുന്ന ഞാൻ പൈസ അല്ലെങ്കിൽ ധനം അല്ലെങ്കിൽ മഹിമ എന്നല്ല, ഒരു സമൂഹത്തിലൊരു പൊസിഷൻ അല്ലെങ്കിൽ സ്വന്തമായ കഴിവ് കൊണ്ട് ഈ പ്രോത്സാഹനം ലഭിക്കാതെ വന്ന ആൾ ഉയർന്നു പോകുന്നത്, നന്നായി പോകുന്നു, മറ്റേ 2 പേരേക്കാൾ ഉയർന്നു പോകുന്നു പറയുമ്പോൾ ഈ അച്ഛനമ്മമാരുടെ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് ഒരു കരുതിക്കൂട്ടി അത് ചെയ്യണമെന്നില്ല, കരുതിക്കൂട്ടി ചെയ്തതായിരിക്കില്ല. അതിൻ്റെ എന്തെങ്കിലും ജ്യോതിഷപരമായിട്ട് ബന്ധമുണ്ടോ അങ്ങനെ വരുന്നത്? അതായത് ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് മാത്രം പ്രോത്സാഹനം കിട്ടുന്നു, ഒരാളെ നെഗ്ലക്റ്റ് ചെയ്യുന്നു, ആ നെഗ്ലക്റ്റ് ചെയ്ത ആൾ മറ്റവരൊക്കെ ഉയർന്ന് നല്ല ലെവലിൽ എത്തുന്നു, പക്ഷേ ഈ നെഗ്ലക്റ്റ് ചെയ്ത ആളുടെ ഉള്ളിൽ വാശി വരുമോ, വീണ്ടും എനിക്ക് നന്നായി വരണം, അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി എന്നോട് ഇങ്ങനെയാണ് ചെയ്തത് എന്ന് അദ്ദേഹം എന്ന് പറയുമ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ടോ? അതിന് എന്തെങ്കിലും ജ്യോതിഷപരമായിട്ട് റെലവൻസ് ഉണ്ടോ? ഈ ജ്യോതിഷപരമായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ ജനിക്കുന്നത് തന്നെ എവിടെ ജനിക്കണം എന്നുള്ളത് നമ്മളാണ് സെലക്ട് ചെയ്യുന്നത്. ഏതച്ഛനും അമ്മയ്ക്കും പോയി ജനിക്കണം, അവരിൽ നിന്ന് ഏതൊക്കെ തരം അനുഭവങ്ങൾ നമുക്കുണ്ടാകണം. അതായത് നമ്മൾ ഇപ്പം ഇങ്ങനെ ചിന്തിക്കുന്നത് ഈ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ടും ഈ പ്രാണൻ്റെ സ്പന്ദനം നടക്കുന്നത് ഈ രീതിയിൽ നടക്കുന്നത് കൊണ്ടുമാണ്. അപ്പോൾ അതിന് പാകമായിട്ടുള്ള ഒരു ജീൻ ഉള്ള അച്ഛനെയും അമ്മയാണ് നമ്മൾ പോയി സെലക്ട് ചെയ്യുന്നത്. അച്ഛനും അമ്മയും സെലക്ട് ചെയ്യുമ്പോൾ അച്ഛനും അമ്മയിൽ നിന്നല്ലേ നമ്മൾ ജനിക്കുന്നത്? അതെ. അപ്പോൾ നമ്മൾ പാസ്റ്റ് ഉണ്ടായിരുന്ന ഒരാൾ പോയി സെലക്ട് ചെയ്യുന്നതാണോ ഉദ്ദേശിച്ചത്? ഒരു സോള് അതിൻ്റെ അച്ഛനെയും അമ്മയും ചൂസ് ചെയ്യുന്നതാണ്. അത് ഈ ശരീരം ഇങ്ങനെ ഇരുന്നാലേ ശരീരവും മനസ്സുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ശരീരത്തിൽ ഇങ്ങനെയുള്ള ഒരു ജീനും കൂടെ ആവശ്യമുണ്ടല്ലോ, ഇങ്ങനെയുള്ള ഒരു ചിന്തകൾ വരണമെങ്കിൽ. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു അച്ഛനെയും അമ്മയും ഒരു സോള് പോയിട്ട് സെലക്ട് ചെയ്യുന്നു. പിന്നെ ഈ ഇപ്പോൾ ചോദ്യം 3 കുട്ടികളുണ്ട്, 3 രീതിയിൽ അച്ഛനും അമ്മയും അവരെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഞാൻ എന്നിലുള്ള പൊട്ടൻഷ്യൽ പുറത്തു വരണമെങ്കിൽ എന്നോട് വളരെ കരുതലും വാത്സല്യവും കാണിച്ചാലായിരിക്കും ചിലപ്പോൾ ഞാൻ അങ്ങനെയാകുക. ചിലർക്ക് സാഹചര്യങ്ങൾ അനുകൂലമായി വന്നാൽ മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരില്ലേ? നമ്മളിപ്പോൾ ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഒരു സദസ്സിൽ പോവുകയാണ്, ആ സദസ്സ് നമുക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയാൽ മാത്രമേ നമുക്ക് പറയേണ്ട രീതിയിൽ പറയാൻ കഴിയും. പക്ഷേ നമുക്ക് പ്രതികൂലമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലാത്ത പലപ്പോഴും ഈ റെസ്പോൺസ് എന്നുള്ളത് വലിയൊരു ഘടകമാണ്. എല്ലാവർക്കും അല്ല. പ്ലാൻ ചെയ്ത കാര്യം അതുപോലെ അങ്ങ് പറയുന്ന ആൾക്കാരും ഉണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ എനിക്ക് നെഗ്ലിജൻസ് കിട്ടുമ്പോഴാണ് എന്നിലുള്ള ഫയർ പുറത്തു വരിക. അതാണ് എന്നെ മോൾഡ് ചെയ്യുക. അവിടെ ഒരു വാശി ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ നെഗ്ലിജൻസ് കിട്ടുന്ന എല്ലാവർക്കും ഈ ഫയർ വരണമെന്നില്ല, ഒരിക്കലും ഇല്ല. അത് താഴേക്ക് പോകുന്ന ആൾക്കാർ, അതോടുകൂടി തകർന്നു പോകുന്നവരുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഈ പ്രകൃതിയിൽ നമ്മൾ വരുന്നത് നോർമലി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള സാഹചര്യം നമ്മൾക്ക് എല്ലാ രീതിയിലും അനുകൂലമായിട്ട് ഉള്ള സാഹചര്യത്തിൽ നിന്ന്
പാഠങ്ങൾ പഠിച്ച് നന്നായി പോകുന്നവരുമുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി നമ്മൾ പറയല്ലേ സ്വയം വഴിവെട്ടി വന്നവനാണെന്ന് പറയുന്നത് തെളിയിച്ചു. അപ്പൊ അങ്ങനെ പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതിലേതാണ് എനിക്ക് വേണ്ടത് അതാണ് എനിക്ക് കിട്ടുക. ഇപ്പൊ നമ്മളുടെ അങ്ങനെയുള്ള ഒരു പേരന്റിങ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അതിന് അച്ഛനമ്മയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷെ വേറൊരു ആംഗിളിൽ പറയുമ്പോൾ അവർ കുട്ടികളെ 3 കുട്ടികളുടെ 3 പേരോട് ഒരുപോലെ പെരുമാറണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെടാം, അവകാശപ്പെടാം. പക്ഷെ അത് അവരുടെ മെച്യൂരിറ്റി അനുസരിച്ച്. നമ്മളിപ്പോ ഈ പുസ്തകങ്ങളിൽ വായിക്കുന്ന അമ്മ ഏറ്റവും ഉദാത്തമായ ബന്ധം അമ്മയും കുട്ടികളും തമ്മിലുള്ളത് എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയും. പക്ഷെ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വന്നിട്ട് പരാതികൾ ആളുകൾ പറഞ്ഞിട്ടുള്ളത് അമ്മയെ പറ്റിയാണ്. അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ്. അവരെത്ര വയസ്സായാലും അവർ പറയും എൻ്റെ അമ്മ പണ്ട് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി. അച്ഛൻ ദൂരെയുള്ളത് കൊണ്ടായിരിക്കോ? അച്ഛനിവിടെ ദൂരെയില്ല, കൂടെ നിൽക്കുന്ന അച്ഛന്മാരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം അത് അമ്മയൊരു സ്ത്രീയാണല്ലോ എപ്പോഴും. അമ്മ സ്ത്രീയാണ്, അച്ഛൻ പുരുഷനുമാണ്. ഈ സ്ത്രീകളാണ് ഇമോഷണലി കൂടുതൽ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ അവരെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ വൈകാരിക സംഘർഷങ്ങൾക്കൊക്കെ സ്ത്രീകൾക്കാണെന്നാണ് വെയ്പ്പ്. കാരണം അവരെ ചന്ദ്രനാടി അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണോ ഉദ്ദേശിക്കുന്നത്? ഹാൻഡിൽ ചെയ്യാനും പറ്റും. നെഗറ്റീവ് ഇമോഷൻസും ഉണ്ടാകുന്ന സ്ത്രീകൾക്കാണല്ലോ കൂടുതൽ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ പുരുഷന്മാരെക്കാളും നന്നായിട്ട് സംഘർഷപരമായ സാഹചര്യങ്ങളെ സ്ത്രീകൾക്ക് കൂടുതൽ അതിജീവിക്കാനാകുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ് വൈകാരികമായിട്ടുള്ള ഒരു കാര്യത്തിൽ. നെഗറ്റീവ് വൈകാരിക ഭാവങ്ങളുള്ളത് സ്ത്രീകൾക്കാണ്. നന്നായിരുന്ന ഏറ്റവും നന്നായിരിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്, മോശമായാൽ ഏറ്റവും മോശമാകുന്നത് സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ ഈ കുട്ടികളോട് അവർക്കുള്ള ഒരു മനോഭാവം ഏതു തരത്തിലാണ്, കുട്ടികളോടും അവരുടെ ജീവിത സാഹചര്യത്തോടും ഒക്കെ ഉള്ള ഒരു സമീപനം അവർ ചിലപ്പോൾ കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിച്ചെന്ന് വരും. പിന്നെ ചില കുട്ടികൾ അവരുടെ താല്പര്യപ്രകാരമല്ലല്ലോ ഭൂമിയിൽ എനിക്ക് എല്ലാവരും പ്ലാൻ ചെയ്തോ ശാന്തി മുഹൂർത്തം നോക്കിയൊന്നും വല്ല കുട്ടികളുണ്ടാകുക. ഉണ്ടാകുമ്പോൾ തന്നെ അവരോട് ഉള്ളാലെ ഒരു ഇഷ്ടക്കുറവുണ്ടാകും. ഇവിടെ ഈ ഒരു ചോദ്യം വരുന്നത് പൂർവ്വജന്മത്തിലെ ഒരു ആത്മാവ് അച്ഛനെയും അമ്മയും തേടിക്കൊണ്ട് ചെല്ലുക എന്ന് പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ ആത്മാവിന് നല്ല അച്ഛനും അമ്മയാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ വലിയ സുഖമായിരുന്നു. തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ്. ഏതൊരു ആത്മാവും നമ്മൾ പോയി തിരഞ്ഞെടുക്കുന്നത്, നമ്മൾ ഒരിക്കലും നല്ല അച്ഛനെയും അമ്മയെല്ലാം തിരഞ്ഞെടുക്കില്ല. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ ഒരു അല്ലാതെ ഒരു സാഹചര്യത്തിൽ പോയി ജനിച്ചിട്ട് നമ്മളുടെ പൂർവ്വജന്മാർജിതമായ കർമ്മഫലങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ പോയിട്ട് ഇതൊക്കെ അനുഭവിച്ചോളാം എന്ന് പറയുന്നത് അല്ലേ, പുനരഭിജനനം, മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഇത്ര കർമ്മങ്ങളൊക്കെ അനുഭവിക്കേണ്ടത് അവിടെ പോയി ഞാൻ ഈ സമയത്ത് അനുഭവിച്ച് തീർത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. അവിടെ വന്നതിന് ശേഷമാണ് ഇതൊന്നും എനിക്ക് പറ്റില്ല, ഇതൊന്നും എനിക്ക് ശരിയായതല്ല, ഇത് അപ്പുറത്തെ വീടായിരുന്നു എനിക്ക് കുറച്ചുകൂടെ സുഗമമായിട്ടുള്ളത്, ഭേദം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ കർമ്മത്തെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുകയും അത് വീണ്ടും വീണ്ടും തുടർക്കർമ്മമായിട്ട് ഇങ്ങനെ തുടർക്കഥകളായിട്ട് ജനന മരണ ചക്രത്തിൽ ആയിരക്കണക്കിന് ജന്മങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ തന്നെ നമുക്ക് ഏറ്റവും നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കണം എന്നുള്ളതല്ല, നമ്മുടെ കർമ്മങ്ങൾ തീർക്കാനുള്ള ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു ജാതകം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനസ്സിന് സംഘർഷമുള്ള ജാതകങ്ങൾ എടുത്തോളൂ, ചന്ദ്രനാണ് അഫ്ലിക്റ്റഡ് ആകുന്നത്. ചന്ദ്രൻ അഫ്ലിക്റ്റഡ് ആകുമ്പോഴാണ് മനസ്സിന്റെ കാരകൻ ചന്ദ്രനാണ്. വ്യഷ്ടി മനസ്സ് സവഷ്ടി മനസ്സൊക്കെ ചന്ദ്രനെ കൊണ്ടാ പറയുന്നത്. നമ്മുടെ സൂക്ഷ്മതലത്തിലുള്ള ചിന്തകളും എല്ലാം ചന്ദ്രനെ കൊണ്ടാ പറയുന്നത്. ഈ ചന്ദ്രൻ അഫ്ലിക്റ്റഡ് ആകുമ്പോഴാണ് മനസ്സിന് ഇമോഷണൽ പ്രോബ്ലംസ് വരുന്നത്. ഇതേ ചന്ദ്രൻ തന്നെയാണ് അമ്മയെന്ന് പറയുന്ന ഭാവത്തുനിന്ന് നമുക്ക് കിട്ടേണ്ട സ്നേഹവാത്സല്യങ്ങളും അമ്മയുടെ രൂപവും അമ്മയുടെ എല്ലാം കാണിക്കുന്ന തരുന്ന അമ്മയാണ്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ സംഘർഷമൊന്നും ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത് നല്ലൊരു അമ്മയെ കിട്ടുക എന്നുള്ളതാണ്. അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ വാത്സല്യം, സ്നേഹം, കരുതൽ, അതൊക്കെയാണ്. അത് പ്രതികൂലമാകുമ്പം തന്നെ അവരെന്താകും, വളരെ സ്കാറ്റേർഡ് ആകും. അങ്ങനെയാകുമ്പോഴാണ് എന്ത് പറ്റുക, ബന്ധങ്ങളെ ശിഥിലമാകും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വ്യഥകൾ മനസ്സിലാകും. ഇത് പോസിറ്റീവ് സൈഡും ഉണ്ട്, ഇതിന് നെഗറ്റീവ് സൈഡും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ദുഃഖം അനുഭവിച്ചു, അതേ ദുഃഖം 10 ഇരട്ടിയായിട്ട് 4 പേർക്ക് കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ അനുഭവിച്ച ദുഃഖവും സ്ട്രഗിളും മറ്റുള്ളവർ അനുഭവിക്കരുത്, അതിനെന്ത് ചെയ്യണം എന്നുള്ള ഗൈഡൻസും കൊടുക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും ഏറ്റവും കൂടുതൽ അമ്മയിൽ നിന്ന്, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും, നമ്മളിപ്പോഴും പറയും അമ്മമാർക്ക് ആൺമക്കളോട് ഇഷ്ടമാണ്, അച്ഛന്മാർക്ക് പെൺമക്കളോട് ഇഷ്ടമാണെന്നൊക്കെ പറയും. പക്ഷെ ഒരുപാട് പുരുഷന്മാർ പിന്നെ എൻ്റെ അടുത്ത്
ലിറ്ററലി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് എൻ്റെ പൈസ മാത്രം മതി, എൻ്റെ അനുജനോട് കാണിക്കുന്ന ഒരു വാത്സല്യ സ്നേഹവും എന്നോട് കാണിച്ചിട്ടില്ല. അപ്പൊ അനുജനും ഒരു പുരുഷനാണ്. ആ പുരുഷനാണ്. പക്ഷേ ഈ പുരുഷന് ദുഃഖമാണ് കിട്ടിയിട്ടുള്ളത്. ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിഷമുള്ള പാമ്പിനെ കയറ്റിവിട്ടു. പാമ്പ് അവിടെ ഇരിക്കുന്നിട്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞ് വേറെ ജോലിക്കാരും മറ്റും പറയുമ്പോഴാണ് അറിയുന്നത്. അദ്ദേഹം അതോടുകൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. ഒരമ്മയെ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതേപോലെ അതൊന്നുമല്ല, ഇതിനേക്കാൾ എത്രയോ ക്രൂരമായ കാര്യങ്ങൾ അമ്മമാർ ചെയ്യുന്നത് പുരുഷന്മാരും സ്ത്രീകളും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യത്തിൽ സമാധാനിക്കാൻ പറ്റുമോ? ഇത് അവരുടെ പൂർവ്വജന്മത്തിൻ്റെ ഇങ്ങനെ ക്രൂരമായി പെരുമാറുന്നത് പൂർവ്വജന്മത്തിൻ്റെ ബാക്കിയാണ്, അവർ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? ഇത് രക്ഷയില്ലല്ലോ. അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവരനുഭവിക്കണ്ടായോ? ഇതൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ എനിക്കിങ്ങനെയുള്ള യോഗമൊന്നും ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് ആരോടും പരിഭവമില്ല. ഇപ്പം നമ്മൾക്ക് തീവ്രമായിട്ടൊരു സ്നേഹമുള്ളതും തീവ്രമായ ദേഷ്യമുള്ളതും നമ്മളുടെ സിസ്റ്റത്തിലാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. നമ്മളുടെ ചിന്തകളിലാണ് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ചിന്തകളിൽ കർമ്മ എന്ന് പറയുന്നത് ശക്തമായ ചിന്തകളുടെ കൂട്ടം തന്നെയാണ്, ജന്മജന്മാന്തരങ്ങളായിട്ടുള്ളത്. അല്ലാതെ വേറൊന്നുമല്ല കർമ്മം എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയുള്ള ചിന്തകളാണ്. ആ ചിന്തകൾ എത്രമാത്രം ശക്തമായി നമ്മളിൽ നിലകൊള്ളുന്നു അതനുസരിച്ചുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഇങ്ങനെ അമ്മ ചെയ്തു എന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള വ്യക്തിയോടുള്ള വൈരാഗ്യമോ ദേഷ്യമോ സങ്കടമോ നമ്മളിൽ എത്രമാത്രം രൂഢമൂലമാകുന്നു അതനുസരിച്ച് നമ്മൾ പിന്നെയും അതിൽ തന്നെ പെട്ടുപോവുകയല്ലേ ചെയ്യുന്നത്. ആ ചിന്തകളാണല്ലോ നമ്മളെ സ്വാധീനിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇത് എൻ്റെ കർമ്മഫലമാണ്, ഇത് ഈ സമയം ഇങ്ങനെയാണ്, ഏത് വേണമെങ്കിലും എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ അതിനെ മറന്നു കളയാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും ബുദ്ധി. ലോകത്തിൽ നമ്മളിപ്പോൾ എന്തെടുത്ത് നോക്കിയാലും ഒരു ഏത് രാജ്യത്ത് നമ്മൾ പോയി ജോലി ചെയ്യുകയാണെങ്കിലും അച്ഛനും അമ്മയ്ക്കും അസുഖമാണ്, എനിക്ക് ലീവ് വേണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു നിയമങ്ങളൊരു തടസ്സമാവാറില്ല. പ്രത്യേകിച്ച് അമ്മയ്ക്ക് എന്ന് പറയുമ്പോൾ ഞാനത് അച്ഛന്മാരെ ആക്കി പറയല്ല, പക്ഷേ അമ്മ എന്ന് പറയുമ്പോൾ അത് അമ്മ, മദർ, മോം ഈ പറയുന്നതൊക്കെ ആ മായിൽ പോയിട്ട് അവസാനിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ലോകത്ത് അമ്മ തന്നെയാണ് ഇന്നും മഹത്വം ആർജിക്കുന്ന എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഉള്ളതല്ലേ, അമ്മയല്ലേ? തീർച്ചയായിട്ടും. അച്ഛൻ എന്നുള്ളതൊരു സെക്കൻഡറി എന്ന് ഞാൻ പറയില്ല, പക്ഷേ അമ്മ എന്ന് പറയുന്നത് ജന്മം തന്ന പുക്കിൽക്കൊടി ബന്ധമുള്ള നമ്മളോട് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയുടെ ഹൃദയത്തിൻ്റെ താളം മാത്രം കേട്ടുകൊണ്ടാണ് ഈ കുഞ്ഞ് വളരുന്നത്. ഉദരത്തിലും മാറോട് ചേർത്ത് മുലയൂട്ടുമ്പോഴും അല്ലാത്ത സമയത്തും ഈ കുഞ്ഞ് ഒരു 6, 8, 10, 12 മാസം വരെ ചുറ്റും അമ്മയാണ്. മുലപ്പാലിൻ്റെ മണവും അമ്മയുടെ മണവും അത് മാത്രമാണ് ആ കുഞ്ഞ് തിരിച്ചറിയുന്നത് ആ സമയത്തല്ലേ. അതായിരിക്കില്ല ഒരു പക്ഷേ എപ്പോഴും അമ്മയോടുള്ള ഒരു അഗാധമായ ഇഷ്ടം. അതെ, അതുകൊണ്ട് തന്നെയാണ് അമ്മയിൽ നിന്നുണ്ടാകുന്ന വേദന അവർക്ക് മറക്കാൻ പറ്റാത്തത്. ജീവിതത്തിൽ എത്രയോ പ്രായമായതിനു ശേഷമാണ് ഫാമിലി ഉണ്ടാകും, ഭർത്താവ് ഉണ്ടാകാം, ഭാര്യ ഉണ്ടാകും, കുട്ടികളുണ്ടാകും. അപ്പോഴും അവര് ആ വേദന പറയുന്ന അമ്മ എങ്ങനെ ചെയ്തു എന്നാണ്. ബാക്കി ആര് ചെയ്താലും അവർ സഹിക്കും, പൊറുക്കും, മറക്കും. പക്ഷെ അമ്മ അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ പെരുമാറി എന്നുള്ള വേദന അവരുടെ മനസ്സിൽ നിന്ന് പോകാതെ ഇവരുടെ മനസ്സിന് സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രൻ അഫ്ലക്റ്റഡ് ആയിരിക്കുന്ന ഒരാൾക്ക് വൈകാരികമായിട്ടുള്ള ഒരു സ്വസ്ഥാവസ്ഥ ഉണ്ടാവില്ല. അത് അത്രയും രൂഢമായിട്ട് അവരിലുള്ളത് കൊണ്ട് തന്നെയാണ് അത് അങ്ങനെ വരുന്നത്. ചന്ദ്രൻ എന്ന് പറയുന്നത് മാതാവാണ്, നമ്മുടെ ചന്ദ്രനാഡിയാണ്, നമ്മുടെ വൈകാരിക കാര്യങ്ങളെ എല്ലാം തീരുമാനിക്കുന്ന ബ്രെയിനിന്റെ വലതുഭാഗം. അപ്പൊ അത് ഈ ചെറുപ്പത്തിൽ കിട്ടുന്ന ആ വേദനകൾ അല്ലെങ്കിൽ ചെറുപ്പം മാത്രമല്ല, സ്റ്റോർ ചെയ്ത് വെക്കുമോ നമ്മുടെ ഇന്റലിജൻസ്? തീർച്ചയായിട്ടും. അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ആ വേദന, ഇഞ്ചുറീസ് അത് എല്ലാ കാലവും ഉണ്ടാകും. ഇതേ ഇപ്പൊ ചന്ദ്രനും ശനിയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രഷന്റെ ഒരു കോമ്പിനേഷനാണ്. ചന്ദ്രനും ശനിയും ദുഃഖം ഉണ്ടാക്കുക എന്ന ഒരു കോമ്പിനേഷനാണ്. അതേ കോമ്പിനേഷൻ തന്നെ നമുക്ക് സന്യാസവും കൊടുക്കും. മനസ്സിലായില്ലേ? ഡിറ്റാച്ച്മെന്റ്, അതായത് പെയിൻ വന്നിട്ട് ആ പെയിനിൽ നിന്ന് നമ്മള് ഇത് വേണ്ട, ഒന്നും വേണ്ട എന്നുള്ള ഡിറ്റാച്ച്മെന്റ് കൊടുക്കും, സന്യാസവും കൊടുക്കാം. അപ്പൊ സ്പിരിച്വലായി ഉയർച്ചയും കൊടുക്കാം. പക്ഷെ അത് ഭാഗ്യമുള്ളവർക്ക് കിട്ടും, മറ്റുള്ളവർക്ക് ഡിപ്രഷനിലേ പോകും.
ഇത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, നിത്യചൈതന്യ ഇതിയുടെ ബുക്കാണോ എന്നറിയില്ല, അതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നും ശരിയല്ല അതുകൊണ്ട് ഞാൻ സന്യാസം സ്വീകരിച്ചു കൊള്ളാം എന്ന് പറയുന്നത് അതൊരു എസ്കേപ്പിസം അല്ലേ? എസ്കേപ്പിസമാണ്. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ എസ്കേപ്പിസമാണ്. പക്ഷേ അതുകൊണ്ട് അങ്ങനെയല്ലല്ലോ ഡിറ്റാച്ച്മെൻറ്റ് വരേണ്ടത്. അത് ഓഷോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ ജന്മനാ തന്നെ ദുഃഖമുള്ളവർക്ക് സന്യസിക്കാനും ആത്മീയത പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് എപ്പോഴും ധനത്തെ പറ്റിയായിരിക്കും. ദാരിദ്ര്യമുള്ളവർക്ക് ധനത്തെ പറ്റിയല്ലേ ചിന്ത ഉണ്ടാവുക. അല്ലാതെ അപൂർവം ചില ആൾക്കാരുണ്ട് അവർ വലിയ ഭാഗ്യവാന്മാരാണെന്ന്. ആ അപൂർവതയിൽ എന്തില്ലെങ്കിലും ആത്മീയത മതി എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ പ്രാർത്ഥനകളൊക്കെ ധനം വേണമെന്നുള്ള, ഭൗതികത വേണമെന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഒരു പക്ഷേ ധനം കുറേ ആർജിച്ച് മടുത്തിട്ടാണോ സന്യാസത്തിലേക്ക് പോകുക? അങ്ങനെ ഒരു സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യനാണ്. എന്നാലും പറയാം, പലർക്കും ഇനി ഇത് ഒന്നും വേണ്ട, ഇനി ഞാൻ ആത്മീയ തലത്തിലേക്ക് ഉയരട്ടെ എന്ന് തോന്നുമ്പോൾ ആ ജീവിതത്തിൽ അനുഭവിച്ച വ്യഥകളും ദുഃഖങ്ങളും പീഡനങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇനി ഞാനൊരു കാട്ടിൽ പോയി സന്യസിക്കാം, അല്ലെങ്കിൽ ഇനി നാടിനെ ഭൗതികമായിട്ടുള്ള ഒന്നും എനിക്ക് വേണ്ട, അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഒരിക്കലും ആവണമെന്നില്ല. എനിക്ക് ഇതൊന്നും വേണ്ട, ഞാൻ കാട്ടിൽ പോയിരിക്കുക എന്ന് പറയുന്നത് കടുത്ത ഡിപ്രഷനും നിരാശയും കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് സന്യാസമല്ല. ഇത് ജ്ഞാനത്തിൽ കൂടി വരുന്നതാണല്ലോ സന്യാസം എന്ന് പറയാം. അല്ല, ഞാൻ സന്യാസത്തിന്റെ പൂർണ്ണ അർത്ഥത്തിലല്ല പറഞ്ഞത്. പൊതുവെ ജനറൽ പബ്ലിക് പറയും ഇനി ഞാൻ എല്ലാ വേണ്ടാത്തരങ്ങളും ചെയ്തു കഴിഞ്ഞു. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇനി എനിക്ക് ഈ ലൈഫ് ഒന്നും വേണ്ട, എനിക്ക് മതിയായി, ഇനി എനിക്ക് ജനിക്കണ്ടെന്ന് എപ്പോഴും കേൾക്കാറില്ലേ. അതല്ല, ജ്ഞാനത്തിൽ കൂടിയാണ് ഇതിന്റെ നിരർത്ഥത മനസ്സിലാക്കി നമ്മൾ ആ ജ്ഞാനത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയല്ലേ അതെന്ന് പറയുന്നത്. അതല്ലേ ധർമാർത്ഥ കാമമോക്ഷങ്ങളാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. ധർമാധർമ്മങ്ങളെ പറ്റി ബോധം ഉണ്ടായതിന് ശേഷം അത് നിന്നുകൊണ്ട് അർത്ഥം നേടുക, അതിൽ ആ അർത്ഥം ഉപയോഗിച്ച് കാമ്യമായിട്ടുള്ളതെല്ലാം നേടുക എന്നുള്ളതാണ്. അപ്പം സംഭവിക്കുന്ന അവസ്ഥയാണല്ലോ മുമുക്ഷുത്വം. ഒന്നും വേണ്ടാത്ത അവസ്ഥ, മോക്ഷാവസ്ഥ എന്ന് പറയുന്നത്. അല്ലാതെ ഇത് അങ്ങനെ അവർ ചെയ്തു അതുകൊണ്ട് ഞാൻ സന്യസിക്കുകയാണ്, അങ്ങനെ ഒരാൾക്ക് സന്യസിക്കാൻ പറ്റില്ലല്ലോ.